You are listening to Kerala's number one FM, Club FM. This is Love Bites. Kude Reenu, ende kude. ഞാൻ ഡയറക്ടർ സിദ്ദിഖ്, രേണുവിനോടൊപ്പം ലവ് ബൈറ്റ്സിൽ. സർ, ഒരുപാട് പ്രണയലേഖനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സിന് വേണ്ടി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു പ്രീ ഡിഗ്രി സമയത്തൊക്കെ അപ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ റൊമാൻസ് പുറത്ത് കാണിക്കുന്നത്. ആ സമയത്ത് എഴുതിയ ഒരു പ്രണയ ലേഖനത്തിലെ ആദ്യത്തെ വരി അതെന്തായിരിക്കും? എനിക്കങ്ങനെ ഓർമ്മയില്ല. പക്ഷെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കഥ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കഥ. അപ്പോൾ അതിനൊരു ടൈറ്റിൽ ഇടാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു. ആ കഥ ഒന്ന് കറക്റ്റ് ചെയ്യാനാണ് അവൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആ കഥ കോളേജ് മാഗസിനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ആ കഥ വായിച്ച് കുറച്ച് തിരുത്തലുകളൊക്കെ, അപ്പോൾ ഞാൻ എഴുതുന്ന ആളായതുകൊണ്ട് എൻ്റെ അടുത്ത് ഉണ്ടെന്ന് ഞാൻ കുറച്ചിട്ട് അതിന് ടൈറ്റിലും പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടൈറ്റിലിട്ട് കൊടുത്തു, നസീമ എന്ന ദുഃഖം എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, നീ ഈ കഥ അതിൻ്റെ പ്രണയമാണോടാ, നീ ശരിക്കും നിനക്ക് ലവുള്ള പെൺകുട്ടിയെ കുറിച്ചാണ്? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഇത് ഭയങ്കര പല കാര്യങ്ങളും വളരെ സത്യമാണല്ലോ ഇതിനകത്ത് പറയുന്നത്, വളരെ നീ ഉണ്ടാക്കിയ കഥയായിട്ട് എനിക്ക് തോന്നുന്നു, ഇത് റിയലാണല്ലോ എന്ന് തോന്നുന്നു. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നസീമ എന്ന ദുഃഖം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കഥ കൊടുക്കുകയും അത് അന്ന് കോളേജ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തു, പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ അവൻ്റെ പേരിൽ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അവൻ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് എന്നെ വന്ന് കണ്ടു. കല്യാണ ലെറ്റർ തന്നിട്ട് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. ഞാനിങ്ങനെ ലെറ്റർ ഇങ്ങനെ നോക്കിയിട്ട് വധുവിൻ്റെ പേര് നോക്കുമ്പോൾ നസീമ. ഞാൻ അവനിങ്ങനെ നോക്കിയപ്പോൾ അവൻ ഉടനെ പറഞ്ഞു, അല്ല 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 ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു. അവരും മനസ്സിലായി എനിക്കിപ്പോൾ. ഞങ്ങൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഞാൻ ഇന്നും ആലോചിക്കുന്നതാണ്, അത്രയും കാലത്തിന് ശേഷവും ഞാനും അവനും അത് ഓർത്തു വെച്ചു എന്നുള്ളതാണ്. അല്ല, അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അന്ന് സാർ എടുത്ത് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു വലിയ ചമ്മലുണ്ടാവല്ലോ. താങ്കളെപ്പോലെ ഒരാളാണ് അത് കറക്റ്റ് ചെയ്തൊക്കെ കൊടുത്തത്. സോ ഡെഫിനറ്റ്ലി വർഷങ്ങൾക്ക് ശേഷം ഓർത്തിരിക്കുന്നുണ്ടാവുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൂടെ ചേർന്നപ്പോൾ അപ്പോൾ താങ്കളങ്ങനെ ഒരുപാട് പ്രണയലേഖനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്, ഇത്തരം സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ലവ് ബൈറ്റ്സിനെ പറ്റിയ ആൾ തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഡയറക്ടർ സിദ്ദിഖ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. യങ്സ്റ്റേഴ്സിന് വേണ്ടി മൂവി എടുക്കുന്ന ഒരാൾ, അങ്ങനെ ഡയറക്ടർ സിദ്ദിഖിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ഡയറക്ടർ സിദ്ദിഖ്. സർ, യങ്സ്റ്റേഴ്സിന് വേണ്ടി മൂവി എടുക്കാഞ്ഞിട്ട് പോലും ആ മൂവീസിലെല്ലാം യങ്സ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങളാണ് വരുന്നത്, അല്ലേ? സർ, ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഞങ്ങൾ പ്രണയത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാണ് സാർ പറയുന്നത്? എല്ലാവരും, എനിക്ക് തോന്നുന്നു പ്രണയം ഭയങ്കര വിട്ടുവീഴ്ചയാണ്. പ്രണയം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാണ്. അത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ സിനിമയിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചന്ദ്രബോസ്. ഞാൻ അച്ചുവിനെ സ്നേഹിക്കുന്നത് അച്ചു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ബിക്കോസ് അതുകൊണ്ട് തന്നെ അത് സെൽഫിഷ്നെസ് ആണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ എല്ലാ മനുഷ്യരും സെൽഫിഷാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഹ്യൂമൻ ബിഹേവിയറൽ സയൻസ് സേസ് സോ എന്നാണ് ചന്ദ്രബോസ് പറയുന്നത്. അപ്പോൾ ഈ സ്വാർത്ഥതയാണ്. എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അവളോട് ഇഷ്ടം എന്നുള്ളത് തന്നെയാണ് സത്യം. അത് റിയലൈസ് ചെയ്യുക. അവളും അല്ലെങ്കിൽ അവനും ഒരു സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്. അവർക്ക് അവരുടേതായ വിഷൻസ് ഉണ്ട്, അഭിപ്രായങ്ങളുണ്ട്, ടേസ്റ്റുണ്ട്. വേറൊരു ഒരു പാരൻസിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അടുത്ത ആളെന്നുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ, പരസ്പര ബഹുമാനം ഉണ്ടെങ്കിൽ ഒരിക്കലും പ്രണയം പരാജയമാവില്ല. ശരിയാണ് സർ. പക്ഷേ ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ബഹുമാനം, മറ്റേയാളെ അയാളെ നമ്മളെ പോലെ തന്നെ കരുതുക, ഇതൊക്കെ ഭയങ്കര കുറവാണ് നമ്മുടെ ഇടയിൽ. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും. 10 out of 10 സർ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് do you want to send an opinion? Do you want to send a message? The number is 567678. Format Club C Space നിങ്ങളുടെ മെസ്സേജ് and stay tuned to Love Bites with Reenu and Director Siddhik. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ് എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഡയറക്ടർ സിദ്ദിഖ്. സർ, ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മറ്റേയാളെ ബഹുമാനിക്കലാണെന്നൊക്കെ. ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം അതിൻ്റെ വ്യാപ്തി? എല്ലാം തിരിച്ചറിയലാണ്. രണ്ടുപേരുടെയും പ്ലസും മൈനസും തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുക. അവരുടെ എല്ലാ മൈനസുകളോട് കൂടി സ്നേഹിക്കുക.
എല്ലാ പ്ലസ്സുകൾക്കൊപ്പം തന്നെ മൈനസുകളോടുകൂടി സ്നേഹിക്കും. അതിപ്പോൾ വളരെ കുറവാണെന്ന് തോന്നില്ലേ സർ? അതുകൊണ്ട് അതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, പ്രണയിക്കുന്ന കാലത്ത് മൈനസുകൾ പലരും മറച്ചു വെക്കും. അപ്പോൾ ആ മറച്ചു വെക്കുന്നിടത്താണ് പ്രണയം പലപ്പോഴും അതായത് ഇംപ്രസ് ചെയ്യാന്നാണ് പറയുക, അല്ലേ? തീർച്ചയായും. എല്ലാ നെഗറ്റീവ്സ് ആദ്യം ഒരിക്കലും പറയത്തില്ലല്ലോ, ആളെ നഷ്ടപ്പെട്ടാലോ. പെൺകുട്ടിയുടെ മൈനസ് സ്വഭാവങ്ങൾ മറച്ചു വെക്കും. ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത പല സ്വഭാവങ്ങളുണ്ടാവും, അത് മറച്ചു വെക്കും. അതുപോലെ പയ്യൻ്റെ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അത് പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അത് അവൾക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ ഇയാൾക്കറിയാം ഇതൊന്നും നല്ല സ്വഭാവങ്ങളല്ല എന്ന്. അത് മറച്ചു വയ്ക്കും. അപ്പോൾ അവൾ കാണുന്ന ഒരു നല്ല സ്വഭാവങ്ങൾ മാത്രമുള്ള ഒരു പയ്യൻ, അതേപോലെ നല്ല സ്വഭാവങ്ങൾ മാത്രമുള്ളൊരു കുട്ടി. ഈ നല്ലതിനൊപ്പം തന്നെ വേറെ ചില മൈനസുകൾ, അവൾക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ ഇവരിലുണ്ടാവും, അതുപോലെ ആ പെൺകുട്ടിയിലും ഉണ്ടാവും. ഇത് പരസ്പരം മറച്ചു വെക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ശരിയാണ്. ചിലപ്പോഴൊക്കെ അത് തുറന്നു പറയണേ നമുക്ക് തോന്നും. എന്നാലും ഞാൻ ഈ പറഞ്ഞ ഫിയർ അവിടെ കിടക്കുക. ഇയാൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇയാളുടെ കൂടെയാണെങ്കിൽ എൻ്റെ ജീവിതം നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ നെഗറ്റീവ്സൊക്കെ എല്ലാം കാണിച്ചാൽ ഇട്ടിട്ട് പോയാലോ. പെൺകുട്ടികളും ആൺകുട്ടികളും രണ്ടുപേരും കാര്യത്തിൽ കണക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഷൊന്നാരും വഴക്ക് പറയല്ലേ, സത്യങ്ങൾ തുറന്ന് പറയേണ്ടതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ലവ് ഫിലിമിലെ ലവ് ബൈറ്റ്സിൽ റീനു ആൻഡ് ഡയറക്ടർ സിദ്ദിഖ് ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്. സ്റ്റേ ട്യൂൺഡ്. മൊബൈൽ ഫോണിൻ്റെ കഥ പറഞ്ഞ അതിലെ പ്രശ്നങ്ങൾ പറഞ്ഞൊരു സിനിമയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണി ക്രോസറായി മാറിയത്. ലവ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെയുണ്ട് ഡയറക്ടർ സിദ്ദിഖ്. സർ, മൊബൈൽ ഫോണാണോ ശരിക്കും നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം? ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, കാണാതെ പ്രണയിക്കുക എന്നുള്ളത്. അത് കാണാതെ പ്രണയിക്കുന്ന ഒരു കാലഘട്ടമാണത്. പരസ്പരം ഫോണിലൂടെ, മെസ്സേജുകളിലൂടെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലുള്ള ചാറ്റിങ്ങിലൂടെ. അപ്പോൾ ഈ ചാറ്റിങ്ങിലൂടെയൊക്കെ ഈ കൈമാറുന്ന മെസ്സേജസ് ആദ്യം പ്രണയമാകുകയല്ല, പല കണ്ടന്റുകളാണ്, ഐഡിയോളജികളാണ്, നമ്മുടെ താല്പര്യങ്ങളാണ്, നമ്മുടെ വിശ്വാസങ്ങളാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, എനിക്ക് ടേസ്റ്റുള്ള കാര്യങ്ങൾ, അത് വേറൊരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അയാളോടൊരു അടുപ്പം അല്ലെങ്കിൽ ഒരു ഇഷ്ടമുണ്ട്. അതുപോലെ ആ ഭാഗത്തും ആ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടി കാണുന്നത് പോലെ ചിന്തിക്കുന്ന ഒരാളെ അഭിപ്രായങ്ങളിലൂടെ കണ്ടെത്തുമ്പോൾ അവർ തമ്മിൽ അറിയാതെ, കാഴ്ച പോലുമില്ലാതെ അവർ തമ്മിലൊരു പ്രണയം ഉടലെടുക്കുന്നു. അത് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമാണ് ഇവർ കാണുന്നത്. ഇവരുടെ ഭാവനയിൽ രണ്ടുപേർക്കും രണ്ട് രൂപങ്ങളുണ്ടാവും. ഈ രൂപങ്ങൾ തെറ്റാണെങ്കിൽ പോലും, കാഴ്ചയിൽ ഭംഗിയില്ലെങ്കിൽ പോലും അവരുടെ പ്രണയം പൊളിയില്ല. കാരണം മനസ്സുകൊണ്ടാണ് അവരാദ്യം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്, അവരുടെ ശീലങ്ങൾ പരസ്പരം അറിഞ്ഞിഷ്ടപ്പെടാൻ തുടങ്ങിയത് ഒരിക്കലും പൊളിയില്ല. അത് കാഴ്ചയിലല്ല, ഭംഗി കണ്ടിട്ട് സ്നേഹിക്കുന്നിടത്താണ് ഭംഗിയില്ലാത്ത പല കാര്യങ്ങളും പിന്നീട് അനുഭവിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകും. യാ സർ, താങ്ക് യു സോ മച്ച് സർ. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ലവ് ബൈറ്റ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ. റീനു ആൻഡ് ഡയറക്ടർ സിദ്ദിഖ് സൈൻ ഓഫ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് റീനു. യു ഓൾ കീപ് ലിസണിംഗ് ടു ക്ലബ് FM, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്.